അമേരിക്കയിൽ സന്ദർശനം നടത്താൻ ഒരുങ്ങുന്ന RSS നേതാവ് മോഹൻ ഭാഗവതിന് സന്ദർശക വിലക്ക് ഏർപ്പെടുത്തണമെന്ന് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കമ്മീഷൻ ഓഫ് ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം അഥവാ അമേരിക്കൻ അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യ കമ്മീഷൻ ആവശ്യപ്പെട്ടു. ഇന്ത്യയിൽ മുസ്ലിങ്ങളടക്കമുള്ള മതന്യൂനപക്ഷങ്ങൾക്കെതിരെ വിവേചനവും ആക്രമണവും നടത്തുന്നതിന്റെ തെളിവുകൾ ചൂണ്ടിക്കാട്ടിയാണ് മതസ്വാതന്ത്ര്യ കമ്മീഷന്റെ നടപടി. കമ്മീഷണർ ജീൻ മിൽസും ചെയർമാൻ ഡോക്ടർ മഹ്മൂദിയും എക്സിൽ എഴുതിയ പോസ്റ്റിലൂടെയാണ് ട്രംപ് ഭരണകൂടത്തോട് ഈ ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത്. ഇന്ത്യ ഭരിക്കുന്ന BJP പ്രത്യയശാസ്ത്രപരമായി RSSന്റെ ഭാഗമാണെന്നും അവരുമായി ബന്ധപ്പെട്ട പല സംഘടനകളും ഇന്ത്യയിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഉൾപ്പെടെയുള്ള മതന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണം നടത്തുകയാണെന്നും മഹ്മൂദ് എഴുതിയ പോസ്റ്റിൽ പറയുന്നു. ഇന്ത്യൻ സർക്കാരുമായി ബന്ധമുള്ളവരായാലും RSS നേതാക്കൾക്ക് ഉന്നതതല കൂടിക്കാഴ്ചകളോ നയതന്ത്രപരമായ പ്രത്യേക പരിഗണനകളോ നൽകാൻ പാടില്ലെന്ന് മിൽസ് എഴുതി. പകരം മതസ്വാതന്ത്ര്യമോ വിശ്വാസ സ്വാതന്ത്ര്യമോ ലംഘിച്ചതായി കണ്ടെത്തുന്ന RSS അംഗങ്ങൾക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്നതിലാണ് വാഷിംഗ്ടൺ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. RSS മേധാവി മോഹൻ ഭാഗവത് ഓഗസ്റ്റ് 25 മുതൽ അമേരിക്ക, കാനഡ, UK എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കാനിരിക്കെയാണ് മതസ്വാതന്ത്ര്യ കമ്മീഷന്റെ ഈ ഇടപെടൽ. അതേസമയം ഇന്ത്യൻ പ്രവാസികളുമായി ബന്ധപ്പെട്ട വിവിധ സംഘടനകളുടെയും കൂട്ടായ്മകളുടെയും ക്ഷണപ്രകാരമാണ് ഭാഗവത് 3 രാജ്യങ്ങളും സന്ദർശിക്കുന്നത്. RSSന്റെ 100ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് ഈ സന്ദർശനത്തിനിടെ ഇന്ത്യൻ പ്രവാസി സമൂഹത്തിലെ അംഗങ്ങളുമായും പ്രാദേശിക സംഘടനകളുടെ പ്രതിനിധികളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓഗസ്റ്റ് 29-ന് ഭാഗവത് ന്യൂയോർക്കിൽ അമേരിക്കൻ ഹിന്ദുസ് ഫോർ എൻഗേജ്മെന്റ് ആൻഡ് ഡയലോഗിന്റെ വിശ്വ ഏകതാ സമ്മേളനത്തിലും പങ്കെടുക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ മാർച്ചിൽ കമ്മീഷൻ പുറത്തിറക്കിയ 2026 വാർഷിക റിപ്പോർട്ടിന് പിന്നാലെയാണ് പുതിയ പ്രതികരണങ്ങൾ വന്നത്. ഇന്ത്യയിൽ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളിൽ RSSന്റെ കീഴിലുള്ള സംഘടനകൾക്ക് പങ്കുള്ളതായി മാർച്ച് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. RSSന് മാത്രമല്ല റോ പോലെയുള്ള ഇന്ത്യൻ രഹസ്യാന്വേഷണ വകുപ്പുമായി ബന്ധപ്പെട്ട സംഘടനകൾക്കും വിലക്കേർപ്പെടുത്താൻ റിപ്പോർട്ടിൽ ശുപാർശയുണ്ടായിരുന്നു. ആരോപണങ്ങൾക്ക് തെളിവില്ലെന്ന് പറഞ്ഞ് ഇന്ത്യ റിപ്പോർട്ട് തള്ളി. ഇന്ത്യ പ്രത്യേകമായി നിരീക്ഷിക്കപ്പെടേണ്ട രാജ്യമാണെന്ന റിപ്പോർട്ടിലെ പരാമർശം മോദി ഭരണകൂടത്തെ പ്രകോപിച്ചിരിക്കുന്നു. കമ്മീഷന് വിശ്വാസ്യതയില്ലെന്നായിരുന്നു ഇന്ത്യയുടെ മറ്റൊരു ആരോപണം. സ്രോതസ്സുകൾ സംശയാസ്പദമാണ്, വസ്തുതകളിലല്ല, പ്രത്യയശാസ്ത്രപരമായ ആഖ്യാനങ്ങളിലാണ് ശ്രദ്ധ. അമേരിക്കയിലെ ഇന്ത്യൻ പ്രവാസി സമൂഹത്തോടുള്ള അസഹിഷ്ണുത വർദ്ധിച്ചു വരികയാണ്. അമേരിക്കയിലെ ഹിന്ദു ക്ഷേത്രങ്ങൾക്കും ഇന്ത്യൻ പ്രവാസി സമൂഹത്തിലെ അംഗങ്ങൾക്കും നേരെയുള്ള ആക്രമണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും മാർച്ച് 16-ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ആവശ്യപ്പെട്ടിരുന്നു. US ഭരണകൂടത്തിന്റെ ഒരു കമ്മീഷനെതിരെ ഇത്തരമൊരു പ്രതികരണം നടത്തുന്നത് അപക്വമാണെന്ന് അന്താരാഷ്ട്ര തലത്തിൽ അന്നു തന്നെ വിമർശനം ഉയർന്നിരുന്നു. RSSന്റെ അമേരിക്കൻ ഘടകങ്ങൾ മുൻകാലങ്ങളിലും അമേരിക്കൻ പൊതുസമൂഹത്തിന്റെ സവിശേഷമായ വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഇന്ത്യയിൽ നടക്കുന്ന പല വംശഹത്യാ പദ്ധതികൾക്കും ഫണ്ട് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള ആരോപണങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്. അതേ ആരോപണങ്ങളാണ് ഇപ്പോഴും ഉയരുന്നത്. RSSനെതിരെ അമേരിക്കൻ സർക്കാർ പ്രത്യക്ഷ നിലപാടെടുക്കുന്നത് ഇതാദ്യമല്ല. മതസ്വാതന്ത്ര്യം, ഇന്ത്യയിലെ ഹിന്ദു ദേശീയത, RSSന്റെ BJP ബന്ധം, ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ എന്നിവയെ കേന്ദ്രീകരിച്ച് 2 പതിറ്റാണ്ടിലേറെയായി അമേരിക്കയിൽ ചർച്ചകൾ നടക്കുന്നു. RSSനെ കുറിച്ചുള്ള അമേരിക്കൻ രാഷ്ട്രീയ ചർച്ചയിൽ നിർണായകമായ വഴിത്തിരിവായിരുന്നു 2002 ഗുജറാത്ത് കലാപം. അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിക്കെതിരെ കലാപം നിയന്ത്രിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടുവെന്ന ആരോപണങ്ങൾ ഉയർന്നിരുന്നു. തുടർന്ന് 2005 മാർച്ചിൽ അമേരിക്ക മോദിയുടെ ഡിപ്ലോമാറ്റിക് വിസ അപേക്ഷ നിരസിക്കുകയും നിലവിലുണ്ടായിരുന്ന ടൂറിസ്റ്റ് ബിസിനസ് വിസ റദ്ദു ചെയ്യുകയും ചെയ്തു. അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വിസ നിഷേധത്തെ മതസ്വാതന്ത്ര്യത്തിന്റെ പശ്ചാത്തലത്തിലാണ് വിശദീകരിച്ചത്. മതസ്വാതന്ത്ര്യ ലംഘനം നടത്തുന്നവർക്ക് പ്രവേശനം നിഷേധിക്കുന്ന ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ടിലെ വ്യവസ്ഥയാണ് അന്ന് വിസ നിഷേധിക്കുന്നതിന് കാരണമായി ചൂണ്ടിക്കാട്ടിയത്. അന്ന് മോദിയുടെ RSS ബന്ധമാണ് വിലക്കിലേക്ക് നയിച്ചത്. അമേരിക്കയിലെ സർക്കാർ രേഖകളിലും
കോൺഗ്രഷണൽ റിസർച്ച് റിപ്പോർട്ടുകളിലും RSS BJP ബന്ധത്തെക്കുറിച്ച് പലതവണ പരാമർശിച്ചിട്ടുണ്ട്. 2004 അമേരിക്കൻ മതസ്വാതന്ത്ര്യ റിപ്പോർട്ടും RSSനെ ഇന്ത്യൻ പൗരന്മാരെ ഹൈന്ദവ സാംസ്കാരിക മൂല്യങ്ങളിലേക്ക് മടങ്ങി വരാൻ ഉപദേശിക്കുകയും ഇതര വിഭാഗങ്ങളിൽ ഉൾപ്പെട്ടവർക്കെതിരെ വിവേചനങ്ങളും ആക്രമണങ്ങളും സംഘടിപ്പിക്കുകയും ചെയ്യുന്ന സംഘടനയായാണ് വിലയിരുത്തിയത്. അതേസമയം ചില രേഖകളിൽ BJPയെ സ്വതന്ത്ര സംഘടനയായും വിലയിരുത്തിയിട്ടുണ്ട്. 2014 മോദി പ്രധാനമന്ത്രിയായ ശേഷം അമേരിക്കൻ നിലപാടിൽ മാറ്റമുണ്ടായി. നേരത്തെ വിസ നിഷേധിക്കപ്പെട്ടിരുന്ന മോദി പിന്നീട് പ്രധാനമന്ത്രിയായതോടെ ഇന്ത്യ അമേരിക്ക ബന്ധം കൂടുതൽ ശക്തമായി. അമേരിക്കൻ കോൺഗ്രസിലെ ചില വിഭാഗങ്ങൾ ഇന്ത്യയിലെ മതസ്വാതന്ത്ര്യത്തെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചപ്പോഴും അമേരിക്കൻ ഭരണകൂടം ഇന്ത്യയുമായി നയതന്ത്രപരമായ ബന്ധം വികസിപ്പിച്ചു. ഇപ്പോൾ മോഹൻ ഭാഗവതിന്റെ സന്ദർശനത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച കമ്മീഷൻ സർക്കാരിന്റെ ഒരു സ്വതന്ത്ര ഉപദേശക കമ്മീഷനാണ്. ഇന്ത്യയിലെ മതസ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഇവർ വർഷങ്ങളായി റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നുണ്ട്. 2026 റിപ്പോർട്ടിൽ ഇന്ത്യയെ കൺട്രി ഓഫ് പെർട്ടിക്കുലർ കൺസേൺ ആയി പരിഗണിക്കണമെന്ന് ശുപാർശ ചെയ്തിരുന്നു. ഇതിന്റെ ഏറ്റവും പുതിയ ഘട്ടമാണ് മോഹൻ ഭാഗവതിന്റെ അമേരിക്കൻ സന്ദർശനത്തിന് മുന്നോടിയായി അമേരിക്കൻ അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യ കമ്മീഷൻ നടത്തിയ പ്രസ്താവന.